കേരളത്തിലെ കോളേജുകളിലും സ്കൂളുകളിലും പ്രിൻസിപ്പളിൻ്റെയോ അതുപോലെ ഹെഡ് മാസ്റ്റർ അനുവാദമില്ലാതെ ഗാന പ്രശ്നം ഉണ്ടായ കോളേജിനകത്ത് പോലീസിന് എൻട്രി ചെയ്യാം. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ കൃത്യമായ ഒരു ഓർഡർ വന്നിരിക്കുന്നു, ഒരു ഒബ്സർവേഷൻ വന്നിരിക്കുന്നു. ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖിൻ്റെ ഡിവിഷൻ ബെഞ്ചിലാണ് കോളേജിനകത്ത് കയറുന്നതിന് ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ കയറുന്നതിന് പ്രിൻസിപ്പലിൻ്റെ അനുവാദം ആവശ്യമില്ല. അത് ഇന്ത്യൻ ഭരണഘടനയിലും ഇന്ത്യയിലെ പീനൽ കോഡുകളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ലോ ആൻഡ് ഓർഡർ പ്രശ്നം എവിടെ ഉണ്ടായാലും ഇന്ത്യയിൽ അവിടെ പോലീസ് ഇൻ്റർഫിയർ ചെയ്യണം. ആ കേസിനകത്ത് അവിടെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കണം. അവിടെ ആൾക്കാർക്ക് അപകടം ഉണ്ടാകാതെ നോക്കണം, ജീവൻ നഷ്ടപ്പെടാതെ നോക്കണം. അതൊക്കെ പോലീസിൻ്റെ പ്രാഥമികമായ കർമ്മമാണ്. അപ്പോൾ ആ കോളേജിൽ കയറണമെന്ന് പ്രിൻസിപ്പലിൻ്റെ അനുവാദം വാങ്ങണം എന്ന് പറയുന്നത് തെറ്റ്, അത് ശരിയല്ല. ഏത് കോളേജിലും സ്കൂളിലായാലും പോലീസിന് എൻ്റർ ചെയ്യാം. കാരണം പല കോളേജിലും നമുക്കറിയാം, കേരള യൂണിവേഴ്സിറ്റി കോളേജ്, അതുപോലെ വയനാട്ടിലെ ചില കോളേജ്, എറണാകുളത്ത് പല കോളേജുകളിലും വയലൻസ് യൂസ് ചെയ്യുന്ന കുട്ടികൾ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ വയലൻസ് യൂസ് ചെയ്യുകയാണ്. പലർക്കും പരിക്കേറ്റിട്ടുണ്ട്, പലർക്കും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള സംഭവം ധാരാളം രാഷ്ട്രീയ മുതലെടുപ്പ് മുഖേന കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നു. കോടതി എന്തായാലും ഇപ്പോൾ അത് ഇടപെട്ടിരിക്കുന്നു. കോടതിയെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. പണ്ട് കോളേജ് രാഷ്ട്രീയം ബാൻ ചെയ്തിരുന്നു. ആ ബാന് പിന്നീട് ലിഫ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞപ്പം കോളേജിൽ വീണ്ടും പഴയ രീതിയിലുള്ള പ്രവർത്തനം സജീവമായി. പുതിയതായിട്ട് വരുന്ന കുട്ടികളെ രാഷ്ട്രീയപരമായി സ്വീകരിക്കാനും തങ്ങളുടെ പാളയത്തിലേക്ക് ആനയിക്കാനും അങ്ങനെ വരാത്തവരെ ഭീഷണിപ്പെടുത്തുകയും കോളേജിൻ്റെ ചില മുറികൾ ഇടിമുറിയായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കേരളത്തിലെ യൂണിവേഴ്സിറ്റി കോളേജിലും ഇത് നമ്മൾ കണ്ടു. അവിടെ കുട്ടികൾക്ക് രാഷ്ട്രീയം പ്രചരിപ്പിക്കാനും മറ്റുമായി ഒരു മുറി കൊടുക്കുന്നു. അത് ബാൻ ചെയ്യണം. ഒരു കോളേജിലും ഒരു സ്കൂളിലും രാഷ്ട്രീയത്തിന് വേണ്ടി അത് പ്രചരിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ഒരു മുറിയെ കൊടുക്കാൻ പാടില്ല. അവരുടെ ആക്ടിവിറ്റീസിന് വേണ്ടി അധ്യാപകരുള്ള മുറി തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലാതെ പ്രത്യേക മുറി കൊടുത്താൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ അവിടെ ആവർത്തിക്കും, അവിടെ കൊണ്ടുപോയിട്ട് മർദ്ദിക്കും, അവിടെ കൊണ്ടുപോയിട്ട് ഭീഷണിപ്പെടുത്തും. അങ്ങനെ ധാരാളം സംഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു അറുതി വരുത്തണം. തീർച്ചയായിട്ടും കോടതിയുടെ ഇടപെടൽ വളരെ നന്നായി. കോടതിയെ അക്കാര്യത്തിൽ നമ്മളെല്ലാവരും അഭിനന്ദിക്കുന്നു. ഏതായാലും ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടായാൽ കോളേജിനകത്ത് നമുക്കറിയാമല്ലോ, വയനാട്ടിലെ അവിടുത്തെ ആ കോളേജിനകത്ത് സിദ്ധാർത്ഥൻ എന്നൊരു കുട്ടിയെ അതിനകത്തിട്ട് പീഡിപ്പിച്ച് 2-3 ദിവസം. കോളേജ് അധികൃതരോ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫോ അവിടെ ആരും കുട്ടികളെ പേടിച്ചിട്ട് അത് ഇൻ്റർഫിയർ ചെയ്തില്ല. 2 ദിവസം അവിടെ കിടന്ന് പീഡിപ്പിച്ച് അവസാനം ആ കുട്ടിയെ കൊന്നു എന്ന് നമ്മൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു. പക്ഷേ ആ കേസ് പിന്നീട് ലോക്കൽ പോലീസിൽ നിന്ന് ക്രൈംബ്രാഞ്ചിൽ പോയി, ക്രൈംബ്രാഞ്ചിൽ നിന്ന് അത് CBIയിലേക്കും പോയി. പക്ഷേ നിർബാധം അതേ രീതിയിലുള്ള പ്രവർത്തികൾ പല കോടതികളും ഇന്നും സജീവമായി രാഷ്ട്രീയത്തിന് പേരിൽ നടക്കുകയാണ്. അതുകൊണ്ട് കോളേജിലെ രാഷ്ട്രീയം കളിച്ചോ, പക്ഷേ ഇതുപോലുള്ള പ്രവർത്തനം ആളെ ചേർക്കാനൊന്നുമല്ല. സ്വതന്ത്രമായ രീതിയിൽ രാഷ്ട്രീയം അവർ പഠിച്ചോട്ടെ, അതിന് തടസ്സമില്ല. അധ്യാപകർക്ക് അവിടെ സംഘടനയുണ്ട്. ചില ദിവസം അധ്യാപകർ പണി മുടക്കുന്നു. അധ്യാപകരുടെ സംഘടനയുടെ പ്രവർത്തനം മൂലം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്യൂ വരുന്നു. ഓരോ ഭാഗത്തും കുട്ടികൾ ചില അധ്യാപകരുടെ ഒപ്പം ചേരുന്നു. ഇതുപോലൊക്കെ ധാരാളം സംഭവങ്ങൾ പരിധി വിട്ടു പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എഡ്യൂക്കേഷൻ രംഗത്ത് ഇതൊന്നും പാടില്ല. കുട്ടികൾ വരുന്നത് പഠിക്കാനാണ്. ആ പഠനം കഴിഞ്ഞ് അവർ പോട്ടെ. രാഷ്ട്രീയ രീതിയിലുള്ള ചിന്തകൾ അവിടെ ഉണ്ടാകുന്നതും അങ്ങനെയുള്ള പ്രവർത്തനത്തെ പറ്റി ക്ലാസ് എടുക്കുന്നതും ഒന്നും തടസ്സമില്ല. പക്ഷേ കോളേജിനകത്ത് ഈ രാഷ്ട്രീയ പ്രവർത്തനം പാടില്ല. അവർ 20-21 അവർ പഠിക്കാൻ വരുന്നവരാണ്. 18 വയസ്സ് മൈനറാണ്. അത് 21 വയസ്സ് കഴിയുമ്പോൾ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ് പുറത്ത് പോയിട്ട് അവർ ചെയ്തോട്ടെ. അങ്ങനെയുള്ള ഒരു ആശയങ്ങൾ, രാഷ്ട്രീയപരമായ ആശയങ്ങൾ ക്ലാസ് എടുത്തായാലും കുഴപ്പമില്ല. പക്ഷേ അത് ഒരു തൊഴിൽ സംഘടന പോലെ സംഘടന ഉണ്ടാക്കി ആളെ കൂട്ടുകയും കോളേജിൻ്റെ കമാനങ്ങൾ ഉയർത്തുകയും കോളേജിൻ്റെ അകത്ത് രാഷ്ട്രീയ പാർട്ടികൾ കൊടികൾ പാറിപ്പറക്കുന്നതൊന്നും നമുക്ക് നല്ലതല്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആളായിട്ട് അവരെ വളർത്തിക്കൊണ്ടുവരുന്നതിന് കോളേജോ സ്കൂളോ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഏതായാലും ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് കൃത്യമായി ആ കാര്യം കോടതി പറഞ്ഞിരിക്കുന്നു ഓപ്പണായിട്ട്. കാരണം കോളേജിനകത്ത് കയറുന്നതിന് ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടെങ്കിൽ അവിടുത്തെ കൺസേൺഡ് SHOയ്ക്ക്
അവരുടെ മേലധികാരിയുടെയും വേണ്ട, കോളേജ് അധികാരിയുടെയും ഒരു ആവശ്യം, അവരുടെ അനുവാദം ആവശ്യമില്ല. സ്ട്രെയിറ്റ് അവേ അതിനകത്ത് കയറാം. എല്ലാ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുമ്പിൽ വെച്ച് ധാരാളം ആൾക്കാർ, പ്രത്യേകിച്ച് SFIക്കാരും ആ ഒരു പാർട്ടിക്കാരേ ഉള്ളൂ, ആ കുട്ടികൾ തന്നെ ധാരാളം എറിഞ്ഞിട്ടുണ്ട്. പോലീസ് അവിടെ ലാത്തിച്ചാർജ് നടത്തിയിട്ടുണ്ട്. പക്ഷേ അന്ന് കോളേജ് പ്രിൻസിപ്പലിന് അനുവാദമില്ല, കയറണ്ടെന്ന് അന്നത്തെ കമ്മീഷണറും മറ്റും പറഞ്ഞത് നിയമവിരുദ്ധമായ പറച്ചിലാണെന്ന് അന്ന് ഞാൻ അത് പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുപോലെയുള്ള കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം മാറണം. അതിനല്ല കുട്ടികളെ നമ്മൾ അവിടെ അയക്കുന്നത്. ഹൈക്കോടതി അത് കർശനമായി നടപടിയിലോട്ട് വരണം എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നതാണ്. അവിടെ രാഷ്ട്രീയം കളിക്കുന്ന അധ്യാപകരുണ്ട്, അവരെ ആ പാർട്ടിയിലേക്ക് ആളെ ചേർക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്. അധ്യാപകർ സംഘടിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. പക്ഷേ കോളേജിലും സ്കൂളിലും വിദ്യാഭ്യാസത്തിന് തടസ്സം നിൽക്കുന്ന രീതിയിൽ അവരുടെ രാഷ്ട്രീയ ചായ്വ് അവിടെ നടത്താൻ പാടില്ല. അങ്ങനെയുള്ള അവർ കോളേജിനും അല്ലെങ്കിൽ സ്കൂളിനും വെളിയിൽ അവർ സംഘടനയെ അംഗമായിക്കോട്ടെ, ഭാരവാഹിത്വം വഹിച്ചോട്ടെ. കോളേജിനും സ്കൂളിൻ്റെ ക്യാമ്പസിനകത്ത് കയറി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന അധ്യാപകരെ വിലക്കണം, അവർക്കെതിരായിട്ട് നടപടിയെടുക്കണം, അവർക്കെതിരായിട്ട് കേസെടുക്കണം. അവർ ഏതെങ്കിലും വയലൻസ് നടത്തുന്ന കുട്ടികളുടെ ഒപ്പം ചേർന്നാൽ അവരെ പ്രതിയാക്കുകയും ചെയ്യണം. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ പോലീസിന് ഈ ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ഡിവിഷൻ ബെഞ്ചിൻ്റെ നിർദ്ദേശത്തോടു കൂടി, ആ ഡയറക്ഷനോട് കൂടി ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാകുന്ന ഏത് സ്ഥലത്തും, വയലൻസ് ഉണ്ടാകുന്ന ഏത് സ്ഥലത്തും പോലീസിന് അധ്യാപകരെയോ അല്ലെങ്കിൽ പ്രിൻസിപ്പലിൻ്റെയോ ആരെ അനുവാദമില്ലാതെ കയറാം, നടപടിയെടുക്കാം, കുട്ടികളെ അറസ്റ്റ് ചെയ്യാം. കുട്ടികളെ മർദ്ദിക്കാൻ പാടില്ല എന്ന് മാത്രം പോലീസ് നിഷ്കർഷിക്കണം. കാരണം അവരെ ഉപദ്രവിക്കാൻ പാടില്ല, അവരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യാം, അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം. അവരുപയോഗിക്കുന്ന മുറി പരിശോധിക്കാം. അത് ഏതെങ്കിലും മുറി അവരെ കോളേജ് വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ശേഖരിച്ചു വെച്ചിരിക്കുന്ന ആയുധങ്ങൾ പുറത്തെടുക്കാം. കോളേജ് ക്യാമ്പസിൻ്റെ ഉള്ളിൽ പല സ്ഥലത്ത് ഒളിച്ചു വെച്ചിരിക്കുന്ന ആയുധങ്ങളും ഒക്കെ നമുക്ക് പോലീസിന് അത് സെർച്ച് ചെയ്ത് കണ്ടെടുക്കുകയും ചെയ്യണം. കർശനമായ നടപടി അങ്ങനെയുള്ള കുട്ടികളുടെ പേരിൽ എടുക്കുകയും ചെയ്യണം.